അസ്വാഭാവികമായ പിന്തുണയാണ് CPM ഈ വിഷയത്തിൽ നൽകുന്നതെന്നാണ് എൻ്റെ നിലപാട്. അത് CPMൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. CPM ഇന്ന് വന്നു പെട്ടിട്ടുള്ള സാഹചര്യം മറ്റൊന്നാണ്. പക്ഷേ CPMൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. ആ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം അത്തരം ശക്തികളുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് ഒട്ടും തന്നെ സ്വാഭാവികമല്ല. അതുകൊണ്ട് എൻ്റെ മറുപടി അക്കാര്യത്തിൽ ഇതൊരു അസ്വാഭാവിക പിന്തുണയാണ് എന്നുള്ളതാണ്. പ്രശ്നം എന്താണ്? ഞാൻ ആദ്യം മുതൽ തന്നെ സംശയിക്കുന്നൊരു കാര്യം ഇതിനകത്ത് ഈ പൂരം കലക്കിയതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. അത് ഇന്നിപ്പോൾ സ്മൃതിയുടെ ചർച്ചയിൽ VS സുനിൽകുമാർ, അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, ഞാൻ എപ്പോഴും പറയും അദ്ദേഹം CPIയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒന്നാം പിണറായി സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്നയാളാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് പൂരം കലക്കിയത് തന്നെയാണെന്ന്. ആ കാര്യത്തിൽ കോൺഗ്രസിനും അവിടെ സംശയമില്ല. കെ മുരളീധരൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൂരം കലക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് B ഗോപാലകൃഷ്ണൻ BJPയുടെ നേതാവ് കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ അഭിപ്രായമാണ് പൂരം കലക്കി എന്നുള്ളതിനെക്കുറിച്ച്. എന്തിനായിരുന്നു പൂരം കലക്കിയത് എന്നത് അന്വേഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ ADGP അജിത് കുമാറും ഹൊസബോളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇന്ന് വന്നിരിക്കുന്നൊരു വാർത്ത. അത് യഥാർത്ഥത്തിൽ ഈ LDF യോഗത്തിൽ മുഖ്യമന്ത്രി കമ്മിറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരു കാര്യം കൂടി അന്വേഷിച്ചേക്കാം എന്നുള്ളത്. ഇപ്പം നമ്മളിന്ന് വാർത്തയായി അത് വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഹൊസബോള അജിത് കുമാർ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയ ജയകുമാർ നോട്ടീസ് നൽകി എന്നുള്ളതാണ്. നോക്കൂ, ആ നോട്ടീസ് നൽകി ജയകുമാറിനെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അജിത് കുമാറിനെ വിളിച്ചു വരുത്തി ഇനി ഹൊസബോളയെ ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൊസബോളയും സംസാരിച്ചാലും എന്താണ് പുറത്തേക്ക് വരാൻ പോകുന്നത്? നമ്മൾ മൂന്നാളും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു, ചായയൊക്കെ കുടിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചാൽ ഏത് ഏജൻസിക്കാണ് നമ്മളോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്താ സംസാരിച്ചെന്ന് ചോദിക്കാൻ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ? ഇപ്പോൾ ആദ്യം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വളരെ കൃത്യമല്ലേ, ഇൻഫോർമൽ ആൻഡ് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വാക്കിൽ അതങ്ങ് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ നിന്ന് ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുറത്തേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് മാത്രവുമല്ല, നമുക്കറിയുന്നത് പോലെ ജയകുമാറും അജിത് കുമാറും സഹപാഠികളല്ലേ, അവരൊരുമിച്ച് പഠിച്ചവരാണ്, അവർക്കൊരു ഇടയിലൊരു സൗഹൃദം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജയകുമാർ അജിത് കുമാറിനെ കാണുന്നു, അജിത് കുമാർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജയകുമാറിൻ്റെ നേതാവിനെ കാണാൻ പോകുന്നു. തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് സാങ്കേതികമായി ഇക്കാര്യത്തിലൊന്നും ഇടപെടാനോ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് നിങ്ങൾ സംസാരിച്ചത് മുഴുവൻ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മുമ്പിൽ ഛർദ്ദിക്കണമെന്ന് ആവശ്യപ്പെടാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഈ അന്വേഷണമൊക്കെ വൃഥാവിലായി പോകുന്ന കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ? ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയ, അതായത് ഈ സർക്കാരിനൊരു രാഷ്ട്രീയ നയമുണ്ട്. ഈ സർക്കാരിനെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ആ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അധികാരത്തിൽ വരുന്നത്? ആ നയമല്ലേ അവർ നടപ്പാക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായി ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ പ്രധാനപ്പെട്ടൊരു പോസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അയാളെ അവിടെ തുടരാൻ അനുവദിക്കാൻ കഴിയില്ലെന്നേ. അവിടെ അതിൻ്റെ പേരാണ് രാഷ്ട്രീയ സത്യസന്ധത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൊസബോളയുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ക്രമസമാധാന ചുമതലയിൽ എന്തുകൊണ്ട് ഈ സർക്കാർ വെക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് പ്രാഥമികമായ ഉത്തരവാദിത്വവും അവസാനത്തെ ഉത്തരവാദിത്വവും CPMനാണ്. കാരണം ആ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെല്ലാം അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മൾ ഇന്നലെ വായിക്കുന്ന ജനയുഗത്തിൻ്റെ മുഖപ്രസംഗം പോലും എന്താണ്? പൊതുജനത്തിൻ്റെ സംശയം. പൊതുജനത്തിങ്ങൾക്കിടയിൽ ഈ പറയുന്ന സർക്കാരിനെ സംബന്ധിച്ചും സർക്കാരിൻ്റെ നയത്തെ സംബന്ധിച്ചും സംശയമുണ്ടായിരിക്കുന്നു. ആ സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് നിരന്തരം ജനയുഗം എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ? CPIയുടെ നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? RJDയും NCPയും പറയുന്നില്ലേ? മറ്റ് ചില പാർട്ടികൾ നിശബ്ദത വഹിക്കുന്നുണ്ടെങ്കിലും ഈ പ്രമുഖ പാർട്ടികൾ വളരെ ശക്തമായി ഈ കാര്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ CPM ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുക്കുകയാണെന്നേ. എന്നിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, CPMന് പോലും ആശയക്കുഴപ്പമുണ്ടായിരുന്നല്ലോ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന്. അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഓരോ ഘട്ടത്തിലെയും പ്രസ്താവനകൾ പരിശോധിച്ചാൽ അറിയാമല്ലോ. ഓരോ ഘട്ടത്തിലും നിലപാട് മാറിയാണല്ലോ പോകുന്നത്. അവസാനം ഒറ്റ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് പാർട്ടി തിരിഞ്ഞോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഞാനന്ന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയെ തിരിച്ചു എന്നാണ്. പിണറായി വിജയൻ ഒരു നിലപാടെടുത്തു, തൊട്ടു പിന്നാലെ CPMലെ എല്ലാ നേതാക്കളും ആ നിലപാടെടുത്തു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഞാൻ ആദ്യം മുതൽ തന്നെ ഈ പൂരം കലക്കലിന് പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ദത്താത്രേയ ഹൊസബോളയുമായിട്ടുള്ള അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച വിവരം കൂടി വന്നപ്പോൾ അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതൊക്കെ തെളിയിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പൂരം കലങ്ങിയതിന് പിന്നിൽ ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന DGP പറഞ്ഞതായി പറയുന്ന മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്നേ? മനഃപൂർവ്വമായി അവിടെ അവസാന നിമിഷം ഈ പറയുന്ന SP-യും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടെ ഉണ്ടാക്കിയിരുന്ന ക്രമീകരണങ്ങൾ അവസാന നിമിഷം അട്ടിമറിച്ചു. ആരാണത് ചെയ്തത്? അതിനുശേഷം ഈ പറയുന്ന ADGP അജിത് കുമാർ തൃശ്ശൂർ പോലീസ് ക്ലബ്ബിൽ ഇരിക്കുന്നു. ഒരു ഘട്ടത്തിലും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. അദ്ദേഹത്തെ വിളിക്കാൻ മന്ത്രിമാർ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു.
എന്നിട്ട് 3:30 ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം മൂകാംബികയിലേക്ക് പോകുന്നു. അതൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, പോകാനൊക്കെ പറ്റും. പക്ഷേ ഈ പറയുന്ന കൂടിക്കാഴ്ചയും അതിനുശേഷം നടക്കുന്ന പൂരം കലക്കലും അതിൻ്റെ രാഷ്ട്രീയ ഗുണം ആർക്കാ ലഭിച്ചത്? ഈ പൂരം കലക്കലിൻ്റെ രാഷ്ട്രീയ ഗുണം ആർക്കാ ലഭിച്ചിട്ടുള്ളത്? ഒരു സംശയവും വേണ്ടല്ലോ. അത് അവിടെ പൂരത്തിന് വന്നിട്ടുള്ള ആ വിഭാഗങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു വികാരം ഉണ്ടാവില്ലേ? പോലീസ് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് അല്ലേ? ആ പോലീസ് എന്തെങ്കിലും ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്താൽ ഈ പറയുന്ന വിലക്കയറ്റം ഉണ്ടാകുന്നത് പോലെയോ അല്ലെങ്കിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലാതാകുന്നത് പോലെയോ ക്ഷേമ പെൻഷൻ കിട്ടാതെ പോകുന്നതിലോ ഉള്ള ഒരു വികാരമല്ല പോലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ. പോലീസിനെതിരായ എപ്പോഴും ജനം. ആ പോലീസിനെതിരായിട്ടൊരു വികാരം ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമല്ലേ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഭോക്താവാകുന്നത് പ്രത്യേകിച്ച് ഒരു ഹിന്ദു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ CPM-നെതിരെ ഹിന്ദു വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ടല്ലോ. അവരുടെ വിശ്വസ്ത വോട്ട് ബാങ്കായ ഈഴവ വിഭാഗം പോലും ഷിഫ്റ്റ് ചെയ്യുന്നിട്ടൊരു കാര്യം ശബരിമലയല്ലേ. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടാകുന്നു. ആ വിവാദത്തിൻ്റെ ഗുണഭോക്താവിടെ ND ആണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, സുരേഷ് ഗോപിയാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഓപ്പറേഷൻ എന്തുകൊണ്ട് സംഭവിച്ചു? അത് അന്വേഷിക്കുകയും കണ്ടുപിടിക്കപ്പെടുകയും വേണം. ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ CPM സ്വാഭാവികമായി പിന്തുണയെന്നോ അസ്വാഭാവികമായി പിന്തുണയെന്നോ എങ്ങനെ വിലയിരുത്തിയാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടല്ലോ, CPM അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി. CPM ആ മുന്നണിയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. കാരണം CPIയുടെ നിലപാടിൽ ആർക്കും സംശയമില്ല, അവരത് എല്ലാ ദിവസവും വ്യക്തത വരുത്തുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികളുടെ നിലപാടിലൊന്നും ആർക്കും സംശയമില്ല, അവരും നിരന്തരമായത് വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. CPM മാത്രമാണ് ഇപ്പോൾ അജിത് കുമാറിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. CPM ഇതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടി വരും. ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് CPM പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. Meet the editors.